നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീലിയാക് ഡിസീസിനെ പറ്റിയിട്ടാണ്. എന്താണ് സീലിയാക് ഡിസീസ്? സീലിയാക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് സീലിയാക് ഡിസീസ്. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഗ്ലൂട്ടൻ, അതായത് ഗ്ലൂട്ടൻ എന്ത് ചെയ്യുക, നമ്മൾ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അബ്നോർമലി റിയാക്ട് ചെയ്യുന്ന അബ്നോർമൽ ആയിട്ടുള്ള റിയാക്ഷൻസ് കാണിച്ചു തുടങ്ങും. അപ്പോഴാണ് എന്ത് പറയുക, സീലിയാക് ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങും. ഓക്കെ, ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞത് നമ്മുടെ ബോഡി എന്ന ഒരു പ്രോട്ടീനായിട്ട് ബോഡി ടു റിയാക്ട് പ്രോട്ടീൻ. എന്താണ് ബോഡി നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു, പ്രോട്ടീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് പറഞ്ഞ അബ്നോർമൽ റിയാക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല എങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്ത് സംഭവിക്കും, മാലബ്സോർപ്ഷൻ സംഭവിക്കാം. ഓക്കെ, മാലബ്സോർപ്ഷൻ എന്ന് പറയുമ്പം കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിലേസ് ഒക്കെ ഉണ്ടാവുന്നു. ഇനി അതുപോലെ തന്നെ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വീറ്റ്, അതുപോലെ ബാർലി, ഓട്സ്, റൈ പോലുള്ള ഫുഡ്സുകളിലാണ് കൂടുതലായിട്ടും ഈ ഗ്ലൂട്ടന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നതിലും അതുപോലെ നോൺ ഡൈജസ്റ്റീവ് സിംറ്റംസും കാണിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് പറയാം. ഒന്ന്, ഫസ്റ്റ് വൺ, ഡൈജസ്റ്റീവ് സിംറ്റംസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റൊമക് പെയിൻ ഉണ്ടാവും, ബ്ലോട്ടിംഗ് ഉണ്ടാവും, പിന്നെ ഗ്യാസ്, ഡയറിയ പോലുള്ള സിംറ്റംസ് ഒക്കെയാണ് കാണിക്കുക. ഇനി അതേപോലെ തന്നെ നോൺ ഡൈജസ്റ്റീവ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ എന്താണ്, പെയിൻലെസ് ആയിരിക്കും, എക്സ്ട്രീം ടെൻഡർനെസ് ഉണ്ടാവും, ടയർനെസ് ഉണ്ടാവും, അതുപോലെ കോൾഡ് ഹാൻഡ്സ് ആണ്, അതായത് നെയിൽസ് വന്നിട്ട് കോൺകേവ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക, അല്ലെന്നുണ്ടെങ്കിൽ ഇന്റൻഡഡ് നെയിൽസ്. ഇനി ഡെന്റൽ ഇനാമൽ ഡിഫക്ട്സ് ഉണ്ടാവും, അബ്നോർമൽ പീരിയഡ്സ് ആയിരിക്കും, പിന്നെന്താണ് ട്രബിൾ ഗെറ്റിംഗ് പ്രഗ്നന്റ്, ദെൻ ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവുന്നു, വെയിറ്റ് ലോസ് ഉണ്ടാവും, പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിലേ ഉണ്ടാവുന്നു. ഇത്രയാണ് രണ്ട് ടൈപ്പിൽ നമുക്ക് പറയാൻ പറ്റുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ്. അതുപോലെ തന്നെ ഈ ഗ്ലൂട്ടൻ നമ്മുടെ ബോഡിയായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ സ്കിന്നിൽ കാണുന്ന അബ്നോർമാലിറ്റീസിന് ഡെർമറ്റൈറ്റിസ് ഹെപ്പാറ്റിഫോമിസ് എന്നാണ് പറയുന്നത്. ഡെർമറ്റൈറ്റിസ് ഹെപ്പാറ്റിഫോമിസ് എന്ന് പറയും. ഓക്കെ, അതായത് ഇത് നമ്മുടെ ബോഡിയിൽ ഒരു ഇച്ചി റാഷസ് ഉണ്ടാക്കും. അതായത് ഇച്ചി റാഷസ് ക്ലസ്റ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ബ്ലിസ്റ്റേഴ്സ് ആയിട്ടൊക്കെ ആയിരിക്കും ഇത് ഫോം ചെയ്ത് വരുന്നത്. ഇത് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ എൽബോ, നീസ്, അതുപോലെ ബട്ടക്സ്, സ്കാൽപ്പ്, ഈ ഏരിയാസിലായിരിക്കും, നമ്മുടെ ബോഡിയിലുള്ള ഈ ഏരിയാസിലായിരിക്കും ഈ ഡെർമറ്റൈറ്റിസ് ഹെപ്പാറ്റിഫോമിസ് ഉണ്ടായി വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണ്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അബ്നോർമൽ ഓട്ടോഇമ്യൂൺ ഡിസീസ്, അല്ലെങ്കിൽ ചില എന്താണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ടേണർ സിൻഡ്രം, അതുപോലെ എന്താണ് വില്യം സിൻഡ്രം അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം, പിന്നെ അതുപോലെ ബയോളജിക്കൽ പാരന്റ്സ്, സിബ്ലിങ്സ്, അതുപോലൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ളവർക്ക് റിസ്ക് ഫാക്ടേഴ്സ് വളരെ കൂടുതലായി. ഇതിന് വരുന്ന മെയിൻ ആയിട്ട് വരുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, മാൽന്യൂട്രീഷൻ സംഭവിക്കാം, അതുപോലെ തന്നെ ഫുഡ് ഇൻടോളറൻസ് ഉണ്ടാവും, പിന്നെ കൊളേജിയസ് സ്പ്രൂ, അതുപോലെ വീക്കൻഡ് ഇമ്മ്യൂണിറ്റി, പിന്നെ ക്രോണിക് ലിവർ ഡിസീസസ് ഒക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, പിന്നെ ഒന്ന് നമുക്ക് ബയോപ്സി ചെയ്യാം. ഇനി നമ്മൾ ഇതിന് ഡയറ്റ് തെറാപ്പി ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് ആണ്. ഗ്ലൂട്ടൻ കണ്ടന്റ് ഇല്ലാത്ത ഡയറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാം. ഇതാണ് സീലിയാക് ഡിസീസിനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഞാൻ പറയുന്നത്.